ഗൈസ്, നിങ്ങൾ ആരെങ്കിലും രാക്കിളികളെന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെ രണ്ടുപേരും. രാത്രി ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. രാത്രിയിലെ ഓരോ നിശബ്ദതകളും എല്ലാം തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പകലിനേക്കാൾ കൂടുതൽ രാത്രിയാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആകാറ്. കാരണം ചില ദിവസങ്ങളിൽ ഞങ്ങൾ രാത്രി വളരെ ലേറ്റായിട്ടായിരിക്കും ഉറങ്ങാറ്. ചില ദിവസങ്ങളിൽ ഉറങ്ങാറേ ഇല്ല. മിക്ക ദിവസങ്ങളിലും 11 മണിക്ക് ശേഷം ഞങ്ങൾ പുറത്തു പോകാറുണ്ട്. ഇവിടെ അങ്ങനെ പോകാൻ വലിയ സ്ഥലങ്ങളൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും കുടിക്കാനോ ഒക്കെ ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. ചിലപ്പോൾ ഒരു മൂഡ് തോന്നിയാൽ ഞങ്ങൾ ബീച്ചിൽ പോകും, പയ്യാമ്പലം. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഓരോ നൈറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആലോചിക്കുന്നത് പുറത്ത് പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ എന്നാണ്. സോ ഫൈനലി തീരുമാനിച്ചു, കേക്ക് ഹബ്ബ് വരെ പോയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് വരാമെന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് 2 കൂൾ ബാർ ഉണ്ട് കേട്ടോ. അത് രാത്രി 2 മണി വരെ ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങൾ 2 മണിക്കുള്ളിൽ ഞങ്ങൾ എന്തായാലും മിക്ക ദിവസവും അവിടെ പോകാറുണ്ട്. ഈ നൈറ്റുള്ള കറക്ക് ഇത് ദുബായിൽ നിന്ന് കിട്ടിയ ശീലമാണ് കേട്ടോ. അവിടെ നൈറ്റെല്ലാം എല്ലാ ഷോപ്പും ഓപ്പൺ ആകുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുറത്തൊക്കെ പോകും രാത്രി. ഇപ്പം ഇവിടെ വന്നിട്ട് ആ ശീലമാണെങ്കിൽ അങ്ങോട്ട് മാറ്റാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തത്, ഞാനൊരു ഫ്രൂട്ട് സാലഡും ഒരു ഫലൂഡ കേട്ടോ ഓർഡർ ചെയ്തത്. അത് കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടെന്നറിയാമോ. എല്ലാ സാധനത്തിനും വെറുതെ പറയില്ല കേട്ടോ. ഇവിടെ എല്ലാ സാധനത്തിനും നല്ല ക്വാണ്ടിറ്റി കേട്ടോ ഇവിടുന്ന് വാങ്ങുന്നില്ല. എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മിക്ക ദിവസങ്ങളിൽ ഇവിടെ വരാറുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പം ഉണ്ട് ദിലൂന് വിശക്കുന്നു എന്ന് പറയുന്നു. വീട്ടിൽ നൈറ്റ് ഫുഡ് സേമിയായിരുന്നു കേട്ടോ. പക്ഷേ അതിനെ കഴിച്ചുകൊണ്ട് എനിക്ക് വല്ല വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ദിലൂൻ്റെ പ്ലേറ്റിൽ നിന്ന് തന്നെ കഴിയിട്ട് വാരുന്നു കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.